നമ്മുടെ സ്വന്തം സ്ഥലമായിരുന്നില്ല അളിയ. പിന്നെ 10,000 ഒരു എലി ചത്ത് കിടന്നു വെച്ചേ ആരെങ്കിലും 10,000 കത്തിക്കൂ? ചാവാൻ യോഗമുള്ള എലിയുണ്ടെങ്കിൽ ഇനി വന്ന് ചാവട്ടടാ. മറ്റടുത്ത വർത്താനം പറഞ്ഞ അമ്മാവനാണെന്ന് ഞാൻ നോക്കില്ല, കൊന്നു കുഴിച്ചു മൂടും. അയാളുടെ ഒരു പുതിയ കണ്ടുപിടുത്തം. ചേട്ടാ അവൻ വെറും ഭ്രാന്തനല്ലേ? അവൻ ഭ്രാന്തനായി അഭിനയിക്കുക. അല്ലെങ്കിൽ എന്തിനാ അവൻ എല്ലായിടത്തും പറയണം അവനെന്താ ഭ്രാന്ത പറഞ്ഞ് തള്ളിക്കളയുന്ന നമുക്കാണ് ഭ്രാന്ത്. താൻ അറിയുന്ന ആ പഴയ ഇന്ദു ചൂടനല്ല സമൂഹം നരസിംഹം എന്ന് പറയുന്ന. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. വലിയ തിന്മയും ചെറിയ തിന്മയും തമ്മിൽ. അത് ആരാണെന്ന് തനിക്ക് അറിയോ? ഞാനോ? ഞാൻ നിന്റെ തന്തയാടാ, തന്ത. എന്റെ ഇൻഷുറൻസ് പ്രീമിയം കാശ് നീ അടച്ചായിരുന്നു. നന്നായി, എല്ലാം നീ മുൻകൂട്ടി കണ്ടായിരുന്നല്ലേ? ഞങ്ങൾ അന്നേ വന്ന് മാപ്പ് പറയാനിരിക്കായിരുന്നു. സോറി, തിരക്ക് കാരണം കുറച്ച് വൈകിപ്പോയി. സോറി. ഞങ്ങൾക്കന്ന് ആള് തെറ്റിയതാ. സോറി. ഇപ്പൊ SI ആയല്ലേ? സോറി. പപ്പുവിന് എല്ലാം ഒരു നേരം പോക്കാ. ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുത്താ കരയേണ്ടി വരുവേ. എന്തെങ്കിലും ആവട്ടെ, സംഭവിച്ചതൊക്കെ കുട്ടിന്, സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന്, സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന്. ഇവന് തന്നെ തൂക്കടാ. അങ്ങനെ ചിരിച്ചു തള്ളണ്ട. അറിയാമോ, ഞാൻ ഇതുവരെ അന്വേഷിച്ചതിൽ വെറും 2 കേസുകൾ മാത്രമേ തെളിയാതിരുന്നിട്ടുള്ളൂ. എത്ര കേസുകൾ അന്വേഷിച്ചിട്ടുണ്ട്? 2. താങ്ക് യു. നിങ്ങളുടെ ഈ പുതിയ തലമുറയ്ക്ക് ലക്ഷ്യബോധമില്ല. ജീവിതത്തെക്കുറിച്ച് ശരിയായ ഒരു കാഴ്ചപ്പാടില്ല. നിന്റെ അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ എനിക്ക് വിവരമില്ലെന്ന്? സത്യത്തിൽ എനിക്ക് വിവരമില്ലേ? ഇല്ല. നീ അങ്ങനെ പറയൂ. നീ ഞാൻ വന്നോട്ടെ. അണ്ടനാഴ്കോട്ടനും ചെറുമാനും ചെമ്മീൻകുത്തിയൊക്കെ വരണുണ്ട്. അളിനും കയറി പോരെ, തിരിച്ചറിയൊന്നുമില്ല നീ. നിന്റെ ഈ ചങ്കൂറ്റം മാത്രം മതി, ഞങ്ങളോട് പോരെ. ഇനിയുള്ള ജീവിതം സുഖം, സുഖകരം. പേടിക്കണം, എന്നെ നിന്നെയൊക്കെ കണ്ടല്ലേ വളരണേ. உங்களுக்கு புரியுற மாதிரி கடைசி ஒரே ஒரு வாட்டி நான் சொல்றேன். நீங்க யாரோ நினைச்சு என்கிட்ட பேசிட்டு இருக்கீங்க. இந்த வாட்டி மிஸ்ஸே ஆகாது. എടാ മോനെ, അപ്പൊ നാളെ. ഓക്കെടാ, അപ്പൊ നാളെ കാണാം. ഓക്കെ, ബൈ.